എല്ലാവർക്കും സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. വൈഫൈയുടെ പാസ്വേഡ് കണ്ടെത്താനുള്ള സിമ്പിളായിട്ടൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വൈഫൈയുടെ പാസ്വേഡിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ഫോണിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് വൈഫൈയുടെ പാസ്വേഡ് ഷെയർ ചെയ്യേണ്ടതായിട്ട് ഉള്ള ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ വൈഫൈയുടെ പാസ്വേഡൊക്കെ നമ്മുടെ മോഡത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നമ്മളത് നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ ആവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ മൊബൈൽ ഫോണിലെ സെറ്റിങ് കണ്ടില്ലേ, നമ്മൾ ഈ സെറ്റിങ് എടുക്കുക. സെറ്റിങ് ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വൈഫൈ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. വൈഫൈയുടെ ഒരു കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആ ഒരു വൈഫൈ എന്നുള്ളിടത്തൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണക്റ്റഡ് എന്ന് കണ്ടില്ലേ ഇവിടെ GNST ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ അവിടെ ഒന്ന് നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഷെയർ എന്ന് കണ്ടില്ലേ, ഈ ഷെയർ എന്നുള്ളിടത്തും നമ്മളൊന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു QR കോഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കണ്ടില്ലേ നെറ്റ്വർക്കിൻ്റെ പേരും പാസ്വേഡും വന്നു കഴിഞ്ഞു. അഥവാ ഇത് വന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട്. ഞാൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഇവിടെ ഇതങ്ങ് ഓഫ് ചെയ്തു. ഇത് ഗാലറിക്കകത്ത് ഇത് പോയിട്ടുണ്ടാവും. നമ്മൾ ഈ സ്ക്രീൻഷോട്ട് ഗാലറി പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗൂഗിൾ ക്രോം എടുക്കണം. ഗൂഗിൾ ക്രോം നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഈ ലെൻസ് കണ്ടില്ലേ, ഗൂഗിൾ ലെൻസ്. നമ്മളിവിടെ ഗൂഗിൾ ലെൻസ് നമ്മളൊന്ന് പ്രസ് ചെയ്യാം. ഗൂഗിൾ ലെൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തില്ല. അപ്പം ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വരും. നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് പ്രസ് ചെയ്തു. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ആസ്ക് അബൌട്ട് ദിസ്, എന്നിട്ട് ഞാനിവിടെ ഒന്ന് പ്ലീസ് അടിച്ചു കൊടുക്കുക. ഷോ മീ ദ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഷോ മീ ദ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പം സെർച്ച് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് കണ്ടു, നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ വൈഫൈയുടെ പാസ്വേഡൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതുമല്ല, നമുക്കിനി മൊബൈൽ ഡാറ്റയുടെ പാസ്വേഡ് കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. മൊബൈൽ ഡാറ്റയുടെ പാസ്വേഡ് കണ്ടുപിടിക്കണമെങ്കിലും നമ്മളിവിടെ സെറ്റിംഗ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സെറ്റിംഗ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു സെറ്റിംഗ് കണ്ടില്ലേ, ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ മൊബൈൽ ഡാറ്റയുടെ ഹോട്ട്സ്പോട്ട് നമ്മളൊന്ന് ഓണാക്കണം. മൊബൈൽ ഡാറ്റ ഞാൻ ഓണാക്കിയിട്ടുണ്ടോ നോക്കട്ടെ. മൊബൈൽ ഡാറ്റ ഓണാക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേഴ്സണൽ ഹോട്ട്സ്പോട്ടും ഒന്ന് ഓണാക്കുക. എന്നിട്ട് ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളിടത്ത് നമ്മൾ ലോങ് പ്രസ് ഒന്ന് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ കണ്ടില്ലേ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്, നമ്മുടെ നെയിമും പാസ്വേഡും കാണിച്ചു തരും. ഇങ്ങനെയാണ് നമുക്ക് ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡും കണ്ടെത്തി നമ്മുടെ വൈഫൈയുടെ പാസ്വേഡും കണ്ടെത്തുന്നത്. ഞാൻ ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം സെറ്റിംഗ് എടുത്തു. പിന്നെ നമ്മൾ വൈഫൈ നേരിട്ടുണ്ട്. നമ്മൾ വൈഫൈയുടെ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് കണക്റ്റഡ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഷെയർ എന്ന് വരും. ഷെയർ എടുത്താലും നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ആ പാസ്വേഡ് കണ്ടെത്തി. കണ്ടോ, QR കോഡും പാസ്വേഡും കണ്ടെത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഥവാ ഇത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ എടുക്കുക. ഇവിടെ നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ ഗൂഗിൾ ലെൻസ് കണ്ടില്ലേ, നമ്മൾ ഗൂഗിൾ ലെൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഷോ മീ ദ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ സെർച്ച് എന്ന് പറഞ്ഞു. അപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാസ്വേഡ്, വൈഫൈയുടെ പാസ്വേഡൊക്കെ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മോഡത്തിൽ പോയിട്ട് നമ്മൾ നോക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ചിലപ്പം ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്കത് നോക്കി കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവർക്കും വൈഫൈ
വൈഫൈ നമുക്ക് സെറ്റ് ചെയ്യാനാകും. ഇനി ഇത് തന്നെ മൊബൈൽ ഡാറ്റ നമുക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ വന്നിട്ട് മൊബൈൽ ഡാറ്റ ഓൺ ആക്കുക, പിന്നെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. ഹോട്ട്സ്പോട്ടിൻ്റെ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഉണ്ടോ? ഹോട്ട്സ്പോട്ടിൻ്റെ സെറ്റിങ്, നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ഇതും വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലെയും വൈഫൈ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാനാവും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.